ഹായ് ഫ്രണ്ട്സ്, HSC ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തെ പറ്റിയാണ്. എന്താണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ഒന്നാം ചലന നിയമം ബലം, ജഡത്വം എന്നീ ഭൗതിക അളവുകളെ നിർവചിക്കാൻ സഹായിക്കുന്നു എന്നും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജഡത്വത്തെ പറ്റിയാണ്. ജഡത്വം അഥവാ ഇനേർഷ്യ. എന്താണ് ജഡത്വം? ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയെയാണ് ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ബസ് എന്ന എക്സാമ്പിൾ ഉപയോഗിച്ച് ജഡത്വം എന്ന ആശയം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ചലനാവസ്ഥയിലുള്ള ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലെ യാത്രക്കാർക്ക് എന്താണ് സംഭവിക്കുക? യാത്രക്കാർ മുന്നോട്ട് ആയുന്നതായിട്ട് കാണാം, അല്ലേ? എന്താണ് ഇതിന് കാരണം? ചലനാവസ്ഥയിലുള്ള ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ബസ് നിശ്ചലാവസ്ഥയിലാവുകയും എന്നാൽ അതിലെ യാത്രക്കാർക്ക് ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാരണമാണ് യാത്രക്കാർ എന്ത് ചെയ്യുന്നത്? മുന്നോട്ടേക്ക് ആയുന്നത്. ഇത് ജഡത്വത്തിന് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ നിശ്ചലാവസ്ഥയിലായിരുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നിലേക്ക് ആയുന്നത് കണ്ടിട്ടില്ലേ? ബസ് മുന്നോട്ടെടുക്കുന്നതിന് മുമ്പ് ബസ്സിനോടൊപ്പം യാത്രക്കാരും നിശ്ചലാവസ്ഥയിലായിരുന്നു. എന്നാൽ ബസ് പെട്ടെന്ന് ചലനാവസ്ഥയിലായപ്പോഴും യാത്രക്കാർക്ക് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത ഉള്ളതുകൊണ്ടാണ് അവർ പിന്നിലേക്ക് ആയുന്നത്. ഇതും ജഡത്വത്തിനൊരു ഉദാഹരണമാണ്. ജഡത്വത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: നിശ്ചല ജഡത്വമെന്നും ചലന ജഡത്വമെന്നും. എന്താണ് നിശ്ചല ജഡത്വം? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അതുപോലെ തന്നെ സമചലനത്തിലുള്ളൊരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ. ജഡത്വം എന്ന ആശയം വ്യക്തമാക്കുന്ന നിരവധി സന്ദർഭങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? മേശപ്പുറത്ത് ഒരു പേപ്പറിന് മുകളിലായിട്ട് ജലം നിറച്ച കുപ്പി വയ്ക്കുന്നു. ശേഷം പേപ്പർ പെട്ടെന്ന് തിരശ്ചീനമായി വലിക്കുന്നു. എന്താണ് കാണാൻ സാധിച്ചത്? കുപ്പി അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നു, അല്ലേ? ഇത് ഏത് തരം ജഡത്വത്തിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തെ ചിത്രം നിരീക്ഷിക്കുക. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് ചെയ്യുന്നത്? ഡെസ്കിന് മുകളിൽ ജലം നിറച്ച ഒരു ഗ്ലാസ് വെച്ച ശേഷം അതിനെ സാവധാനം നിരക്കി മുന്നോട്ട് നീക്കി ക്രമമായി വേഗം വർദ്ധിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് നിശ്ചലമാക്കുന്നു. അപ്പോൾ അതിലെ ജലം പുറത്തേക്ക് തെറിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന് കാരണം എന്താണ്? ജലത്തിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത ഉണ്ടാകുന്നു. അതായത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ് ഇത്. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? ക്യാരം കോയിനുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ ജലം നിറച്ചൊരു പ്ലാസ്റ്റിക് കപ്പ് വയ്ക്കുക. ശേഷം അടിയിൽ നിന്ന്
കാരം കോയിനുകൾ ഒന്നൊന്നായി വേഗത്തിൽ തട്ടിത്തെറിപ്പിക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? കപ്പ് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നിശ്ചല ജഡത്വത്തിന് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ ചലന ജഡത്വത്തിനും നിശ്ചല ജഡത്വത്തിനും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും. മാവിൻ കൊമ്പ് കുലുക്കിയാൽ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ഏത് തരം ജഡത്വത്തിന് ഉദാഹരണമാണ്? മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ കൊമ്പ് ചലനാവസ്ഥയിലാവുകയും എന്നാൽ മാങ്ങ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയും കാണിക്കുന്നതിനാലാണ് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. അതുകൊണ്ട് മാവിൻ കൊമ്പ് കുലുക്കിയാൽ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന ആൾ കുറേ ദൂരം ഓടി വന്ന് ചാടുന്നു. ഇത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാറിൽ യാത്ര ചെയ്യുന്നത് അപകടകരമാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? കാറ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാറിൽ വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് പറയുന്നത്. ഇത് ചലന ജഡത്വത്തിന് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നോട്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇത് ഏത് തരം ജഡത്വത്തിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. നിരപ്പായ തറയിൽ ഉരുട്ടുവിട്ട പന്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജഡത്വവും മാസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അതിനായി നമുക്കൊരു പരീക്ഷണം നോക്കാം. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്താണ് നിരീക്ഷിക്കുന്നത്? ഒരു പേപ്പറിന് മുകളിലായിട്ട് ഒരു ജലം നിറച്ച കുപ്പിയും ജലം ഇല്ലാത്തൊരു കുപ്പിയും വെച്ചു. ശേഷം പേപ്പർ തിരശ്ചീനമായിട്ട് വലിക്കുന്നു. എന്താണ് നിരീക്ഷിക്കുന്നത്? ജലം നിറച്ച കുപ്പി അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നു. എന്നാൽ ജലം നിറയ്ക്കാത്ത കുപ്പി എന്ത് ചെയ്യുന്നു? വീഴുന്നു. ഇതിന് കാരണം എന്താണ്? അതായത് വസ്തുവിൻ്റെ മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് മാസും ജഡത്വവും നേരനുപാതത്തിലാണ്. മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടും. ഒരു ഒഴിഞ്ഞ ടാർ വീപ്പയ്ക്കാണോ അതോ ടാറ് നിറച്ച വീപ്പയ്ക്കാണോ ജഡത്വം കൂടുതൽ? ടാറ് നിറച്ച വീപ്പയ്ക്കാണല്ലേ. കാരണം ജഡത്വം മാസുമായി നേരനുപാതത്തിലാണ്. മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളഞ്ഞു തിരിഞ്ഞ് ഓടണം എന്നത്. ഇതിന് കാരണം എന്തായിരിക്കും? ആനയ്ക്ക് മാസ് വളരെ കൂടുതലാണ്. അതിനാൽ അവയ്ക്ക് ജഡത്വവും കൂടുതലാണ്. അതിനാൽ ആനയ്ക്ക് പെട്ടെന്ന് അവരുടെ ചലന ദിശ മാറ്റുവാൻ സാധിക്കുകയില്ല. ഇതും ജഡത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ജഡത്വം എന്ന ആശയം വ്യക്തമായി എന്നും വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്കം അഥവാ മൊമെൻ്റത്തെ പറ്റിയാണ്. എന്താണ് ആക്കം? ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ സവിശേഷ സ്വഭാവമാണ് ആക്കം അഥവാ മൊമെൻ്റം എന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻ്റം എന്ന് പറയുന്നത്. മൊമെൻ്റം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന ലെറ്റർ വെച്ചിട്ടാണ്. മൊമെൻ്റം പി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മൊമെൻ്റം ഒരു സദിശ അളവാണ് എന്ന് മനസ്സിലാക്കുക. പ്രവേഗത്തിൻ്റെ ദിശയാണ് മൊമെൻ്റത്തിൻ്റെയും ദിശ. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ പ്രവേഗം 0 ആയതിനാൽ അതിൻ്റെ മൊമെൻ്റവും 0 ആയിരിക്കും. മൊമെൻ്റം എന്ന് പറയുന്നത് ചലനാവസ്ഥയിലുള്ള വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മൊമെൻ്റത്തിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജഡത്വത്തെ പറ്റിയും മൊമെൻ്റത്തെ പറ്റിയുമാണ്. മൊമെൻ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ന്യൂട്ടൻ്റെ 2ാം ചലന നിയമവും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.